ഈ ഭൂമിയിലുള്ള സർവ്വ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടാലും ഈ പ്രപഞ്ചം ഒന്നടങ്കം എതിരായാലും അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കും. അതാണ് മിഅ്റാജ് നൽകുന്ന സന്ദേശം. 42 വർഷം അള്ളാഹുവിന്റെ റസൂലിന് സർവ്വ സംരക്ഷണവും നൽകിയ അബൂ ത്വാലിബ് എന്ന് പറയുന്ന മൂത്താപ്പ മരണപ്പെട്ടു. 3-ാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം 25 വർഷം ദാമ്പത്യ ജീവിതം നടത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏക ഭാര്യയായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ 2 മരണങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിജറയുടെ 10-ാം വർഷമായ ഈ വർഷത്തിന് അള്ളാഹുവിന്റെ റസൂല് നൽകിയ പേര് ആമുൽ ഹുസ്ൻ, സങ്കടത്തിന്റെ വർഷമെന്നാണ്. ആകെയുണ്ടായിരുന്ന പ്രതീക്ഷയുമായി ത്വാഇഫിലുള്ള കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വരവേറ്റത് ഭ്രാന്തന്മാരുടെ കൂക്കിവിളികളും കല്ലേറുകളും മാത്രമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തിരിച്ചു മക്കയിലെത്തിയ അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരുന്നത് ശക്തമായ ഉപദ്രവങ്ങളും പീഡനങ്ങളുമായിരുന്നു. മക്ക എന്ന നാട് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിനെതിരായി. ഭൂമിയിലെ സർവ്വ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് 7 ആകാശങ്ങളുടെയും കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് അള്ളാഹു അവന്റെ സവിധത്തിലേക്ക് ക്ഷണിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം വഴിമുട്ടി എന്ന് തോന്നുമ്പോൾ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒരിക്കലും പ്രതീക്ഷ അറ്റുപോകരുത്. അള്ളാഹു ആകാശങ്ങളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നു തരുമെന്ന പ്രതീക്ഷയായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്.